ഇതെന്താ ചെടിയാണോ? അരൂത. അരൂത ഒരു കെട്ട് 40, 3 കെട്ട് 100 മരുന്നാണ്. ഇത് ഔഷധങ്ങളിലൊരു പ്രധാനപ്പെട്ട മരുന്നാണ്. ഇത് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടില് വെറുതെ ഇതിന്റെ ഇലകൾ എടുത്ത് വെളിച്ചെണ്ണയിൽ ഇട്ട് വെക്കുക. എന്നിട്ട് ആ എണ്ണ എല്ലാ സന്തുക്കളിലൊക്കെ പുരട്ടി കഴിഞ്ഞാല് അവർക്ക് ഉണ്ടാകുന്ന അപസ്മാരം, മറ്റുള്ള പൈശാചികം, മാനസികം, മറ്റുള്ള പൊറുതികേടുകള് ഒക്കെ മാറും. എവിടെ കിട്ടുക? ഇത് മമ്പറാണ്. ഞങ്ങള് വ്യാഴാഴ്ചകളിലൊക്കെ മമ്പറത്തുണ്ടാവും. മലബാർ ഹോട്ടലിന്റെ നേരെ മുമ്പിലായിട്ട് ഉണ്ടാവും. പിന്നെ അമ്പംകുന്ന്, അതുപോലെ പല സ്ഥലങ്ങളിലും ഉത്സവങ്ങളിലും ഒക്കെ വിൽക്കുന്നതാണ്. കൂടുതലും മമ്പറത്താണ് വരാറ്. മമ്പറം വ്യാഴാഴ്ചകളിൽ ഉണ്ടാവും, ഇടയ്ക്ക് ഞായറാഴ്ച, ശനിയാഴ്ച ഒക്കെ ഉണ്ടാവും. ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. വയനാട്, ഇവിടെ നട്ടുപിടിപ്പിക്കുന്നുണ്ടോ? ഇവിടെ നട്ടുപിടിപ്പിക്കാം. ഡയറക്റ്റ് വരികയാണ്? അല്ല, ഡയറക്റ്റ് ഞങ്ങൾ പോയി കൊണ്ടുവരുന്നതാണ്. നട്ടുപിടിപ്പിക്കുക. അതിന്റെ കമ്പനിയാണ് നടന്നത്. അരൂത. പിന്നെ അറിയാത്തവർക്ക് വേറെയും വഴികളുണ്ട്. ഇത് മൊബൈലിൽ ഈ പേര് പറഞ്ഞ് നെറ്റിലടിച്ചാൽ ഇതിന്റെ എല്ലാ ഗുണങ്ങളും പറയും. ഒരുപാട് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള. അതെ, ശാസ്ത്രീയമായി ഇത് സർവ്വരോഗ മരുന്നായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിന് പേര് തന്നെ ഒരു 8-10 പേരുണ്ട്. നാഗതാളി, പിന്നെ അരൂത, സദാപ്പ്, അതൊക്കെ മൊബൈലിൽ തന്നെ നെറ്റിലടിച്ചാൽ പറ്റും. പിന്നെ ഇത് അങ്ങനെ എല്ലായിടത്തും ഒന്നും വാങ്ങാനും കിട്ടൂല. അതിങ്ങനെ കാണുമ്പോ വാങ്ങണം. അങ്ങനത്തെ ഒരു മരുന്നാണ്. നട്ടുപിടിപ്പിക്കുക. വെറുതെ വെളിച്ചെണ്ണയിൽ ഇട്ട് വെച്ചാൽ മതി. ഈ അരുത മാത്രമേ ഉള്ളൂ? ഞങ്ങള് പല മരുന്നും ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ സീസൺ അല്ലാത്തോണ്ട്. ഇതെന്താണ്? ഇതൊക്കെ അരുവ് തന്നെ. ഇത് കംപ്ലീറ്റ് അരുത മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റുള്ള വയമ്പും കറ്റാർവായും ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ് വേനൽക്കാലൊക്കെ ആവുമ്പോഴേ കൊണ്ടുവരുള്ളൂ. ഇപ്പോ എന്ന് പറഞ്ഞാൽ മഴക്കാലല്ലേ, അപ്പൊ ഏതെങ്കിലും ഒരു ഐറ്റം തന്നെ കൊണ്ടുവരലുള്ളൂ. ഇത് എണ്ണയിലിട്ട് വെച്ചത് കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും തലക്ക് തണുപ്പിന്, മാനസികമായ എല്ലാ ടെൻഷനും, പൈശാചികങ്ങള്, ഇതിനൊക്കെ ചൊറി മുറിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് അരച്ച് തേക്ക. എണ്ണയിലിട്ട എണ്ണ തേച്ചാൽ മാറും. ഇതുള്ളടത്ത് പാമ്പ്, കൊതുക്, ഇതിന് മണ്ണുള്ള ചെടിയാണ്. പാമ്പ്, കൊതുക് ഇതൊന്നും ഉണ്ടാവില്ല ഇതിന്റെ വാസനയോടത്ത്. വിഷത്തിന്റെ ഒക്കെ മരുന്നും കൂടിയാണിത്. ഇത് ചുരുക്കി പറഞ്ഞാൽ ഒരു സർവ്വരോഗ മരുന്നാണ്. ഇത് ഏതൊരു വൈദ്യന്മാരോട് ചോദിച്ചാലും അറിയാം. ഇതെന്താ വില? ഇതിപ്പോ ഒരു കെട്ട് 40, 3 കെട്ട് 100. വെളിച്ചെണ്ണയിലിട്ടാല് 3 കെട്ട് എടുക്കുമ്പോ 20 രൂപ കുറച്ച്. ഡിസ്കൗണ്ട്. അതെ. പിന്നെ ഇതിങ്ങനെ നട്ടു വളർത്താൻ പറ്റുമോ? നട്ടു വളർത്താൻ പറ്റും. ഇതിങ്ങനെ കൊണ്ടേ കുത്തി വെച്ചാൽ മതി. ഇതിന് കുറച്ച് വൃത്തിയും വെടുപ്പും ഒക്കെ വേണം. കുറച്ച് വൃത്തി വെടുപ്പ്. അതായത് കച്ചറുള്ള സ്ഥലത്ത് ഉണ്ടാവില്ല. പറ്റില്ല. പിന്നെ തണുപ്പ്, ഓവർ വെയിലും മഴ അതും പറ്റൂല. അത് പിന്നെ കോഴികൾ തിന്നോ? ഇല്ല, കോഴി, ആട്, പാമ്പ് ഇങ്ങനെയുള്ള വിഷജന്തുക്കളൊന്നും ഇതിന്റെ അടുത്തേക്ക് വരില്ല. പിന്നെ ഇതുകൊണ്ടാണ് അപസ്മാര നെയ്യ് ഉണ്ടാക്കുന്നത്. അതിന് മെയിൻ ആയിട്ട് ഈ സാധനം വേണം. വൈദ്യശാലയിലൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷെ ഇത് നേരിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് വെച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എണ്ണ കാച്ചിട്ട് എണ്ണ തലക്ക് തേക്കാനും, മുടി വളർച്ചക്കും, താരനും, മുടി കൊഴിച്ചിലില്ലാതിരിക്കാനും, മൊത്തത്തില് ഒരു സർവ്വരോഗ മരുന്നാണ്. അപ്പൊ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ. അതെ. നമ്പർ പേരെന്തായിരുന്നു? പേര് അരൂത. അല്ല, നിങ്ങളെ പേര്? എന്റെ പേര് അസൈൻ. നമ്പർ ബന്ധപ്പെടാം. ആ നമ്പർ ഇവിടെ ഉണ്ട്. ആവശ്യക്കാർക്ക് ഫോൺ ചെയ്താൽ സാധനം കിട്ടൂട്ടോ. പിന്നെ ഇത് കുറെ ആളുകൾക്ക് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. മാത്രം ഉപയോഗിച്ച് പരിചയമുള്ള ആളുകൾക്ക് അത് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അരൂത. ഇത് വെളിച്ചെണ്ണയിലിട്ട് തേക്ക. തലക്ക് തണുപ്പിന്, മാനസികമായ അസ്വസ്ഥകള്, പൈശാചികം, അപസ്മാരം, ഇതൊരു സർവ്വരോഗ മരുന്നാണ്. മാത്രമല്ല നട്ടുപിടിപ്പിക്കുക. അതിന്റെ കമ്പുകളൊക്കെ. ഈ പാമ്പ്, കൊതുകൊന്നും വരില്ല അതിന്റെ വാസനയോട്. ഇതിന് കുറെ പേരുകളുണ്ട്. അരൂത, സദാപ്പ്, നാഗതാളി, സോമവല്ലി, അനേകം പേരുകളുണ്ട്. ഇതിന്മേൽ മഞ്ഞ പൂവുണ്ടാവും. ഇത് മാത്രമേ വേറെ എന്തെങ്കിലും പച്ചമരുന്നുണ്ട്? വയമ്പുണ്ടാകലുണ്ട്, കറ്റാർവായ ഉണ്ടാകലുണ്ട്. ഇപ്പൊ ഒന്നും അധികം കൊടുന്നിട്ടില്ല, സീസൺ അല്ലാത്തോണ്ട്. അപ്പോ അതൊക്കെ ഉണ്ടാവാറുണ്ട്. ആയിക്കോട്ടെ, താങ്ക്സ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടും. നമ്പർ എടുത്തില്ല.